ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പെയ്ഡിന്റെ ജില്ലാ വാർഷിക പൊതുയോഗം ഏറ്റുമാനൂർ സാന്റ് ജോസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന ചെയർമാൻ ഫാദർ റോയി വടക്കേൽ ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കൾക്കായി ഭിന്നശേഷിക്കാരുടെ ഇന്ത്യയിൽ ചലഞ്ചരായിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ അനവധി സംഘടനകളും കൂട്ടായ്മകളുമുണ്ട്. അതിൽ നിന്ന് മാറി വ്യത്യസ്തമായി പെയ്ഡ് എന്നൊരു സംഘടന രൂപീകരിക്കാൻ വളരെ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. സ്പെഷ്യൽ സ്കൂളുകളിലെയും VTCകളിലെയും പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുക. കാരണം അതിന് വ്യക്തമായ ധാരണകൾ ഉണ്ട്. ഈ സ്കൂളുകൾ, ഈ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആവശ്യമുണ്ട് എന്നും അതിൽ തങ്ങളുടെ മക്കൾ പഠിക്കുമ്പോൾ, പരിശീലനം നേടുമ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട് എന്നുമുള്ള തിരിച്ചറിവുള്ള മാതാപിതാക്കളാണ് ഇതിൽ പങ്കെടുക്കുക. അപ്പോൾ അതിനെ ശക്തിപ്പെടുത്തുവാനും അതിനെ ബലപ്പെടുത്തുവാനും നാം ഒന്നിച്ചു നിന്നുകൊണ്ട് സർക്കാരിനോടാകാം, ഇതര ഉദ്യോഗസ്ഥരോടാകാം, ഇടപെടേണ്ടവരോടൊക്കെ ഇടപെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ആരുടെ ആനുകൂല്യമല്ല, മറിച്ച് നമ്മുടെ അവകാശമാണ് എന്ന് സധൈര്യം പറയുവാനും അത് നേടിയെടുക്കുവാനുള്ള കൂട്ടായ പരിശ്രമം നടത്തുവാനും വേണ്ടിയാണ്. കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ കുട്ടികളുടെ അവകാശമായ സ്കോളർഷിപ്പ് കുടിശ്ശിക നൽകണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ആനുകൂല്യങ്ങൾ ഔദാര്യമല്ലെന്നും അവകാശമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പെയ്ഡ് ജില്ലാ പ്രസിഡന്റ് മുരളി വേങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. സാന്റ് ജോസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനുപമ, പെയ്ഡ് സംസ്ഥാന ട്രഷറർ ജെനി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി ടോമി ജോസഫ് വാർഷിക റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ടോണി വർഗീസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് മേഴ്സി അബ്രാഹാം കൃതജ്ഞതയും പറഞ്ഞു. പാരീസിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യൂണിഫൈഡ് ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് സിൽവർ മെഡൽ നേടിയ 6 കുട്ടികളെ യോഗത്തിൽ മെഡലും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. ചങ്ങനാശ്ശേരി തിരുഹൃദയ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലവർ ജോസ് സവിശേഷ കഴിവുകൾ ഉള്ളവരുടെ ആനന്ദ സാധ്യതകൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു.